സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. കാരണം എന്താണ്? അതിനുള്ള സൊല്യൂഷൻ എന്താണ്? അതറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ ആദ്യത്തെ കാർഡായ കറണ്ട് എനർജി സിറ്റുവേഷനായി സൂചിപ്പിക്കുന്ന കാർഡ് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് വോൺസ് ആണ്. ഈ ഒരു കാർഡ് വരുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഉള്ളിൽ ഒരു സംഘർഷാവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഒരു കോമ്പറ്റീഷൻസിനോട് നിങ്ങൾക്ക് എതിരിടാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുകൾ ഉണ്ടാവാം. കാരണം അത് നിങ്ങളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. അത് നിങ്ങളുടെ ഗ്രോത്തിനെ തടയുകയും ചെയ്യും. ഇനി അടുത്ത കാർഡായ ഇനി സമൃദ്ധി നിങ്ങളിലേക്ക് വരാനുള്ള തടസ്സം എന്താണെന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 7 ഓഫ് സ്വോർഡ്സ് ആണ്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് സത്യത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അത് നിങ്ങൾ ഒളിപ്പിക്കുകയാണ്. കാരണം നിങ്ങളുടെ കഴിവിലുള്ള ആത്മവിശ്വാസക്കുറവാണ്. ഈ ഒരു ഒളിച്ചോട്ടം നിങ്ങൾക്ക് ലഭിക്കേണ്ട അബണ്ടൻസിനെ തടയുന്നു. ഇവിടെ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് 10 ഓഫ് സ്വോർഡ്സ് ആണ്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് പഴയ വേദനകൾ, ചിലപ്പോൾ നേരത്തെ ചെയ്തിരിക്കുന്ന തൊഴിലിൽ നിന്നുള്ളതോ ബിസിനസ്സിൽ നിന്നുള്ളതുമായ തിരിച്ചടികൾ, ഇനി ബന്ധങ്ങളിലാണെങ്കിൽ മുറിവേൽപ്പിച്ചിരിക്കുന്ന ഓർമ്മകൾ, ഇതൊക്കെ മറക്കേണ്ട സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് മാറേണ്ട സമയമായിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി കടന്നു വരാൻ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റിവെക്കണം. അതിനൊക്കെ ഒരു അവസാനം വേണമെന്നാണ് 10 ഓഫ് സ്വോർഡ്സ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ വന്നിരിക്കുന്ന 4ാമത്തെ കാർഡായ സ്ട്രെങ്ത് കാർഡ്, ഇത് നിങ്ങളുടെ മനോഭാവം എങ്ങനെ മാറ്റണമെന്നാണ് പറയുന്നത്. ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ശക്തിയുണ്ട്. ഏത് പ്രതിസന്ധികളെയും ഈസിയായി കൈകാര്യം ചെയ്യാൻ ആ ഒരു ശക്തിക്ക് സാധിക്കും. ഇവിടെ ക്ഷമയും ആത്മവിശ്വാസവും ഒക്കെയാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഈ ഒരു വിധത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഔട്ട്കം ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് മനോഹരമായ പുതിയ തുടക്കങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുവെന്നാണ്. പുതിയൊരു ക്രിയേറ്റീവായുള്ള ഐഡിയാസ്, പ്രോജക്റ്റ് ഒക്കെ നിങ്ങളിലേക്ക് വരും. ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സന്തോഷം, പൂർണ്ണമായ ഒരു സന്തോഷം, സ്നേഹം ഒക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. അബണ്ടൻസിലേക്കുള്ള വഴി തുറക്കാൻ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം മാറ്റിവെക്കുക. കോൺഫിഡൻസ് ആയി മുന്നോട്ട് പോവുക. ഓപ്പൺ ഹാർട്ടഡായി ഇരിക്കുക. പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.